ഹലോ എവരിവൺ, നിങ്ങൾ വേങ്ങര പോകുന്ന സമയത്ത് അച്ഛനമ്പല വഴി കോയപ്പാപ്പ മക്കാം റോഡ് എത്തുന്ന ആ ഒരു ഷോട്ട് ഉണ്ടല്ലോ, അതാ ഈ ഒരു റോഡ്. ഈ റോഡിൽ ഈ ഒരു വീട് കണ്ടത് ദിസ് ഇസ് നോട്ട് എ കേരള സ്റ്റൈൽ ഡിസൈൻ. അതുകൊണ്ട് തന്നെ ഇതുവഴി പോകുന്ന സമയത്ത് എപ്പോഴും നോട്ട് ചെയ്തുന്ന ഒരു വീടായിരുന്നു. സിവിൽ പഠിക്കുന്ന മുന്നേ തന്നെ ഞാൻ വീടുകൾ നോട്ട് ചെയ്യുമായിരുന്നു, എസ്പെഷ്യലി ഈ ഒരു വീട്. പിന്നെ പോകുകയാണ് ഈ ഒരു വീട് എൻ്റെ ഫ്രണ്ട് സുൽത്താൻ്റെ വീടാണെന്ന് മനസ്സിലാവുന്നത്. അപ്പോൾ പിന്നെ പറയണ്ടല്ലോ, ഇതുവഴി പോവുകയാണെങ്കിൽ ഇതെൻ്റെ ഫ്രണ്ട് സുൽത്താൻ്റെ വീട് കെടുക്കട്ടെ എന്ന്. വേങ്ങര സിനിമ ഹാൾ ജംഗ്ഷനിൽ നിന്ന് വേങ്ങര ബസ് സ്റ്റാൻഡിലേക്ക് പോകുന്ന സമയത്ത് ഇടത് സൈഡിലായിട്ട് കരിമ്പ് ജ്യൂസ് ഒക്കെ കിട്ടുന്ന ഒരു സ്ഥലമുണ്ട്. ഇതാ അങ്ങോട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കരിമ്പിൻ്റെ ജ്യൂസ്. കണ്ടോ, കരിമ്പ് ജ്യൂസ് പാർട്ടി ഓർഡറുകൾ സ്വീകരിക്കുന്നു. ഈ ഒരു ഷോപ്പിൻ്റെ സ്പോട്ട് തെറ്റാനൊന്നുമില്ല. ഇത്രയും വലിയൊരു ആജാനുബാഹു ചീനമരത്തിന് ചുവടെയാണ്. ഇത്രയും വലിയൊരു മരം ഈ റോഡ് സൈഡിൽ വേറെ ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂട്ടോ. ഇത്ര ഭംഗിയുണ്ടായിരുന്നു ഈ ഒരു മരത്തിന് എന്നുള്ള ഞാൻ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് മനസ്സിലായത്. എത്ര ചുട്ടുപൊള്ളുന്ന വെയിലാണെങ്കിൽ ഇതിന്റെ താഴെ ഒന്ന് പാസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ഫീലിംഗ്. അങ്ങനെ നമ്മുടെ ജ്യൂസ് ഒക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. കരിമ്പിന്റെ ജ്യൂസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് വലിച്ചു കുടിക്കാറാണ് ഒട്ടുമിക്ക ആളുകളും ചെയ്യാറ്. അതിന്റെ കൂടെ ഒന്നും കഴിക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ എനിക്കൊരാഗ്രഹം എന്തെങ്കിലുമൊക്കെ ജ്യൂസിന്റെ കൂടെ കഴിക്കണമെന്ന്. ഞാൻ ചൂണ്ടിക്കാണിച്ചില്ലേ, അവിടെ അടിപൊളി സ്നാക്സും കാര്യങ്ങളും കിട്ടുന്ന ഒരു ഷോപ്പ് ഉണ്ട്. നേരെ നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത്. എന്ത് സൈക്കോണടാ, അങ്ങനൊന്നും ചോദിക്കണ്ട, ചിന്തിക്കും വേണ്ട. ജസ്റ്റ് ലൈക്ക് എ എക്സ്പെരിമെന്റ്. നമ്മളെ ന്യൂട്ടൻ്റെ തല്ലിക്ക് ആപ്പിൾ വീണിട്ടില്ല എന്തെല്ലോ കണ്ടത്. അതേപോലെ നമ്മൾ ഓരോന്നും ഫുഡിലും എക്സ്പെരിമെന്റ് ചെയ്ത് നോക്കുക. എന്തെങ്കിലുമൊക്കെ ആവുകയാണെങ്കിൽ ഇടയ്ക്ക് കുറച്ച് ചെളിയൊക്കെ ആവല്ലോ അല്ലേ. ഒരു ഇടയ്ക്ക് 3 പക്ഷി എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. കാരണം ഒരു സ്പോട്ടിൽ തന്നെ കരിമ്പ് ജ്യൂസ് അവൈലബിൾ ആണ്. ജ്യൂസിന്റെ ഷോപ്പുണ്ട്. ആ ഷോപ്പിന്റെ വീഡിയോ എടുക്കാൻ ഞാൻ മറന്നുപോയി. ജസ്റ്റ് ഇതിൽ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നുണ്ട്. സോ ആ ഷോപ്പിന്റെ ആളുകൾ എന്നോട് ക്ഷമിക്കണം. പിന്നെ ഈ ഒരു ചായന്റെ ഷോപ്പ്, ഇവിടുന്ന് ഒരുപാട് സ്നാക്സും കാര്യങ്ങളൊക്കെ അവൈലബിൾ, ചട്നി കാര്യങ്ങളൊക്കെ ഉണ്ട്. അതാണ് ഇവിടുത്തെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ചിക്കൻ ലോലിപോപ്പ് മസ്റ്റ് ട്രൈ. കരിമ്പിന്റെ ജ്യൂസ് കുടിക്കുന്നു, സമൂസ കഴിക്കുന്നു, ജ്യൂസ് കുടിക്കുന്നു, കട്ട്ലറ്റ് കഴിക്കുന്നു, ജ്യൂസ് കുടിക്കുന്നു, ലോലിപോപ്പ്, ചിക്കൻ ലോലിപോപ്പ് കഴിക്കുന്നു. അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ പൊതുവെ എല്ലാ കരിമ്പ് ജ്യൂസ് കിട്ടുന്ന സ്ഥലങ്ങളിൽ പോലെ തന്നെ ഔട്ട്ഡോറിൽ 1-2 സ്റ്റൂള് കാര്യങ്ങൾ ഉണ്ടാവില്ല. ഇൻഡോറിൽ ഭയങ്കര സീറ്റിംഗ് അറേഞ്ച്മെന്റും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. സോ 4 തള്ളൊക്കെ തള്ളി ഫ്രണ്ട്സിന്റെ ഫാമിലി ഒറ്റക്കാണെങ്കിൽ കുഴപ്പമില്ല. ഈ ഒരു വൈബൊക്കെ ആസ്വദിക്കാൻ പറ്റുന്ന ടീമാണെന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് പറ്റിയിട്ടുള്ള ഒരു അടിപൊളി സ്പോട്ടാണ്. അങ്ങനെ നമ്മൾ നേരെ വീട്ടിൽ പോവാണ് കേട്ടോ. ഇത് കണ്ടോ, ഇതിന്റെ ഫ്രണ്ട് സുൽത്താന്റെ വീടാട്ടോ. പോകുന്ന വഴിയിൽ നമ്മൾ കയ്യിലുണ്ടായിരുന്ന ഒരു പ്ലാസ്റ്റിക് കവർ റോഡ് സൈഡിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇടാൻ തോന്നിയിട്ടുണ്ടായിരുന്നില്ല. മാലിന്യമുക്ത കേരളം അതാണല്ലോ. അപ്പൊ ഈ ഒരു വേസ്റ്റ് പിന്നിൽ സംഭവം ഈ വീഡിയോ കണ്ട സമയത്താണ് നമുക്ക് പണിവാളി എന്ന് മനസ്സിലായി. പേപ്പർ ഇടായിരുന്ന വേസ്റ്റ് പിന്നിലാണ് നമ്മൾ പ്ലാസ്റ്റിക്കിന്റെ കവർ ഇട്ടത്. ശിക്ഷാർഹമാണെന്നൊക്കെ അറിഞ്ഞുകൊണ്ടൊന്നുമില്ലല്ലോ, അറിയാണ്ട് പറ്റിപ്പോയതില്ല. സോ കണ്ടവങ്ങൾ ഗ്രാമപഞ്ചായത്ത് അധികാരം ഞങ്ങളോട് ക്ഷമിക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. ഇറ്റ്സ് മീ, ബൈ.